ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ ക്ലാസ് സെറ്റ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അത് എഴുതേണ്ട രീതികൾ മനസ്സിലാക്കി. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക്ക് സെറ്റിനെ ഏതൊക്കെ രീതി നമുക്ക് എഴുതാം. സെറ്റ് രണ്ട് രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യപ്പെടും. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം, രണ്ട് റോസ്റ്റർ ഫോം. അപ്പോൾ നമ്മൾ സെറ്റ് എഴുതുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ആ സെറ്റിനെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചോദ്യത്തിൽ സെറ്റ് രണ്ട് രീതിയിൽ നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാം. അത് ഏതാണെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യാം. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പ് മോഡലാണ്. അതായത് സെറ്റ് സാധാരണ എങ്ങനെ എഴുതാം? ഇൻ ദിസ് ഫോം ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ലിസ്റ്റിംഗ് ഓൾ ഇറ്റ്സ് എലിമെന്റ്സ്. എല്ലാ എലിമെന്റ്സും എഴുതണം. സെപ്പറേറ്റഡ് ബൈ, ഇത് ഓൾറെഡി പറഞ്ഞാണ്, സെപ്പറേറ്റഡ് ബൈ കോമാസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. ഇതാണ് സെറ്റ് എഴുതുന്ന രീതി. ഒരു ഫോം, അങ്ങനെ ആ ഫോമിനെ നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയും. എക്സാമ്പിൾ, ഇതെന്തുവാണ്? സെറ്റ് ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് AEIOU. അതിന് ഇങ്ങനെ എഴുതാം. അതുകൊണ്ട് എല്ലാ വോവൽസ് എല്ലാം ഞാൻ എഴുതി. സെപ്പറേറ്റഡ് ബൈ കോമാസ് വിത്തിൻ ബ്രേസസ്. ഈ രീതിയിൽ എഴുതുന്നതിന് ഇത് സെറ്റ് ബ്രാക്കറ്റ്സ്, ഈ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്ത് എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയും. ഇതാണ് ഒരു ഫോം. അതിനകത്ത് എന്താണ് നിർബന്ധമായിട്ടും എല്ലാ എലിമെന്റ്സും എഴുതണം. ഓൾ എലിമെന്റ്സ് എന്താ വെച്ച് എഴുതണം? കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ് അത് വിത്തിൻ സെറ്റ് ബ്രാക്കറ്റ്സിനകത്ത് ആയിരിക്കണം. അതിനെ ബ്രേസസ് എന്ന് പറയും ആ സെറ്റ് ബ്രാക്കറ്റ്സിന്. സോ ഇതാണ് ഒരു ഫോം, വൺ വേ ഓഫ് റിപ്രസെന്റിങ് സെറ്റ്സ്. നെക്സ്റ്റ് ഇനിയൊരു ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനിയൊരു രീതി സെറ്റ് ബിൽഡർ ഫോം. ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ എളുപ്പമാണ്, പക്ഷെ സൂക്ഷിച്ച് വേണം നമ്മൾ എഴുതാൻ. എന്താണെന്ന് വെച്ചാൽ ആ സെറ്റിലുള്ള എലിമെന്റ്സിന് ഒരു കോമൺ പ്രോപ്പർട്ടി കാണും. ഒരു ലക്ഷണം, ഒരു പ്രത്യേക ലക്ഷണം കാണും. ആ ലക്ഷണം ആ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോപ്പർട്ടിയെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. സോ ഫോർ എക്സാമ്പിൾ, ഇത് എന്തുവാണ് സൂചിപ്പിക്കുന്നത്? AEIOU ഇംഗ്ലീഷിലെ ആൽഫബറ്റിക്സ് ആണ്. പക്ഷേ ഈ അഞ്ചെണ്ണത്തിന് ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്തുവാണത്? കറക്റ്റാണ്. എന്തുവാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിക്സിലെ വോവൽസ് ആണ്. സോ ആ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടതാ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് ഫോം ഇറ്റ് ഈസ് റിപ്രസെന്റഡ് ബൈ എ സിമ്പിൾ സേ എക്സ്. എക്സ് നമുക്കറിയാത്ത കാര്യത്തിൽ നമ്മൾ എക്സ് എന്നല്ലേ പറയുന്നത്. സോ എക്സ് എന്ന രീതി സിമ്പിൾ യൂസ് ചെയ്യണം. ഫോളോഡ് ബൈ, അതിനുശേഷം എന്തെഴുതണം? കോളൻ യൂസ് ചെയ്യണം. പിന്നെ ആ കോമൺ പ്രോപ്പർട്ടി എന്തുവാണോ അത് എഴുതണം. അതായത് A is equal to X. X എന്നൊരു സിമ്പിൾ യൂസ് ചെയ്യണം. അതിനുശേഷം കോളം. അത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുക? എക്സ് സച്ച് ദാറ്റ്. എക്സ് കോളം എഴുതുമ്പോൾ അങ്ങനെ എഴുതും, വായിക്കുമ്പോൾ എക്സ് സച്ച് ദാറ്റ്. ആ എക്സ് എന്താണ്? എക്സ് ഈസ് എ കോമൺ പ്രോപ്പർട്ടി എഴുതണം. എക്സ് ഈസ് എ വോവൽ ഇൻ ആ കോമൺ പ്രോപ്പർട്ടി അങ്ങ് എഴുതിയാൽ മതി. ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലോസ് ചെയ്ത്. സോ ഇതാണ് അനദർ വേ ഓഫ് റിപ്രസെന്റിങ് സെറ്റ്സ്. സോ രണ്ട് രീതി, ഒന്ന് റോസ്റ്റർ ഫോം, ഇനിയൊന്ന് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൽ എല്ലാ എലിമെന്റ്സും എഴുതണം യൂസിങ് കോമാസ്, സെപ്പറേറ്റ് ചെയ്യണം. കോമാസ് യൂസ് ചെയ്ത് വിത്തിൻ സെറ്റ് ബ്രാക്കറ്റ്സ്, ബ്രേസസ് യൂസ് സെപ്പറേറ്റ് ചെയ്യണം. ഇനിയൊരു ഫോം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ എലിമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി, ആ കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കി അത് മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതണം. എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എക്സ് കോളൻ സച്ച് ദാറ്റ്, വായിക്കുമ്പോൾ സച്ച് ദാറ്റ് എക്സ് ഈസ് എ വോവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? 2 എലിമെന്റ്സ് എന്തൊക്കെയാണ്? 2, 4, 6, 8, 10. ഇത് നമുക്ക് എന്തോ സൂചിപ്പിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് അതിന് കോമൺ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് 2യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈവൻ നമ്പർ. രണ്ടും കറക്റ്റാണ്. പക്ഷേ കോമൺ പ്രോപ്പർട്ടി കിട്ടി. എന്തുവാണ്? 2യുടെ മൾട്ടിപ്പിൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ
ഈവൻ നമ്പർ എന്ന് എഴുതാം. രണ്ടും കറക്റ്റാണ്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. 2യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2യുടെ മൾട്ടിപ്പിൾ അങ്ങ് കുറേ പോകും, ഇൻഫൈനൈറ്റ് ആണ്. അതേപോലെ ഈവൻ നമ്പർ എന്ന് പറയുമ്പോഴും ഇൻഫൈനൈറ്റ് വരും. പക്ഷെ അത്രയും വരെ എടുക്കണോ ഞാൻ? ഇല്ല, 10 വരെ എടുക്കാവും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ വേണം. കോമൺ പ്രോപ്പർട്ടി, 2യുടെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഈവൻ നമ്പർ. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എന്താണ്? കോമൺ പ്രോപ്പർട്ടിയുടെ കൂടെ കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷന്? ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റത്തില്ല, 10ന് താഴെ. സോ എന്തോ എഴുതും? സെറ്റ് ബിൽഡർ ഫോമിൽ B is equal to X such that X is an even number. X is an even number. ഒരു കോമൺ പ്രോപ്പർട്ടി. കണ്ടീഷൻ എന്താണ്? X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ആ X ഈവൻ നമ്പർ ആയിരിക്കണം. അതാണ് കോമൺ പ്രോപ്പർട്ടി. കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? 10 വരെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് എഴുതും? X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇങ്ങനെ ചിലർ എഴുതും. ചിലർ X is an even number such that X is less than 12. 10 എടുക്കത്തില്ല, 12-നെക്കാട്ടി കുറവ്. 12-നെക്കാട്ടി കുറഞ്ഞ നെക്സ്റ്റ് ഈവൻ നമ്പർ ഏതാണ്? 10 ആണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ഇത് ഇനി എഴുതും. അല്ലെങ്കിൽ ഈ ഈവൻ നമ്പർ മാറ്റിയിട്ട് അവിടെ എന്തോ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 2. കറക്റ്റാണ്. ഈ രണ്ടിടത്ത് ഈവൻ നമ്പർ മാറ്റിയിട്ട് മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് വേണമെങ്കിൽ എഴുതാം. ശരിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെസിഫിക് ആയിട്ട് ആ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുക അതൊക്കെ റെപ്രസെന്റ് ചെയ്താൽ കറക്റ്റ് തന്നെയാണ്. അതായത് സെറ്റിന്റെ ബേസിക് റൂൾ മാറരുത്. സെറ്റിന്റെ ബേസിക് റൂൾ എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. സോ ഞാൻ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് ഉദ്ദേശിച്ചാൽ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാരും തർക്കിക്കത്തില്ല. ശരിയല്ലേ? നെക്സ്റ്റ് ഞാൻ ഈവൻ നമ്പർ എന്ന് ഉദ്ദേശിച്ചാലും ഇത് തന്നെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏത് കോമൺ പ്രോപ്പർട്ടി ആരെടുത്താലും കറക്റ്റാണ്. അത് എങ്ങനെ എടുത്താലും അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഈവൻ നമ്പർ എന്നും പറയും, മൾട്ടിപ്പിൾ ഓഫ് 2 എന്നും പറയും. സോ ഈ രണ്ടിൽ ഏതെടുത്താലും കറക്റ്റായിരിക്കും. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യാം. ഇതാണ് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതിയത്. എലിമെന്റ്സ് എഴുതി സ്പെസിഫിക് ആയിട്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്ന എലിമെന്റ്സ് തന്നെ എഴുതാം. പക്ഷേ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ സൂക്ഷിച്ചു വേണം എഴുതാം. കാരണം കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇത് ഏത് തരം കണ്ടീഷനാണ്? 2, 4, 2യുടെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റുമോ? അടുത്ത 2യുടെ മൾട്ടിപ്പിൾ 6 ആണ്. അത് കഴിഞ്ഞിട്ട് 8. അപ്പോൾ അതല്ല. അപ്പോൾ 2യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ പിന്നെ എന്തുവാണ്? ഇത് കറക്റ്റ്. എന്തുവാണ്? ഇതിനെ 2 പവർ 1, 2 പവർ 2, ഇതോ 2 ക്യൂബ്, 2 പവർ 4, 2 പവർ 5. ശരിയല്ലേ? അപ്പോൾ അതാണ് എൻ്റെ കണ്ടീഷൻ. ഇത് 2യുടെ പവേഴ്സ് ആണ്. കോമൺ പ്രോപ്പർട്ടി കിട്ടി. കണ്ടീഷൻ ഉണ്ടോ? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടീഷൻ വരും. ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാം എടുക്കാൻ പറ്റുമോ? 2യുടെ പവർ നമ്പർ 2 പവർ 6, 2 പവർ 7 ഇതൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ കണ്ടീഷൻ ഉണ്ട്. പ്രോപ്പർട്ടി 2യുടെ പവർ ആണെന്ന് മനസ്സിലായി. എന്താണ്? 2 പവർ 1, 2 പവർ 2, 2 പവർ 3 ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. കോമൺ പ്രോപ്പർട്ടി കിട്ടി. അതെല്ലാം എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കണ്ടീഷൻ വരും. എന്താണ് കണ്ടീഷൻ? എവിടെ വരെ എടുക്കാം? 2 പവർ 5 വരെ എടുക്കാം. സോ C is equal to X. X ആണ് കോളൻ. such that X is equal to എന്തുവാണ്? 2 പവർ n. 2 പവർ n എവിടെ വരെ? X is equal to 2 പവർ n എവിടെ വരെ എടുക്കാം? n രണ്ട് രീതി എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലെങ്കിൽ n less than 6.
രണ്ടും കറക്റ്റാ. 5 വരെ എടുക്കാം, 5 വരെ എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ 5 വരെ. ലെസ് ദാൻ 6 എന്ന് പറയുമ്പോഴോ 6 തൊട്ട് മുമ്പ്, അത് 5 ആണ്. ഈ രണ്ട് രീതി കറക്റ്റാണ്. നമ്മൾ റോസ്റ്റർ ഫോമിൽ കിട്ടുമ്പോൾ റോസ്റ്റർ ഫോമിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ ആ കണ്ടീഷൻസ് എന്തോന്ന് നോക്കി അത് എന്തുമായിരിക്കും, എന്തുമാണ് അതിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത് എളുപ്പമായിരിക്കും. സോ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒരു എക്സ് എന്നൊരു വേരിയബിൾ എടുക്കും നമ്മൾ, സച്ച് ദാറ്റ് കോളം. ആ എക്സിൻ്റെ ആ കോമൺ പ്രോപ്പർട്ടി എന്തോന്ന് എഴുതും. നെക്സ്റ്റ് ആ കോമൺ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് കോമൺ പ്രോപ്പർട്ടി എന്താണ്, 2 പവർ ആണ്. 2 പവർ 1, 2 പവർ 2, 2 പവർ 3 കോമൺ പ്രോപ്പർട്ടി കിട്ടി. പക്ഷെ അത് ഇഷ്ടമുള്ള പോലെ എഴുതിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് കണ്ടീഷൻ. ലിമിറ്റേഷനാണ് നമുക്ക് എപ്പോഴും കണ്ടീഷനായി മാറുന്നത്. എന്തുവാണ് ആ ലിമിറ്റേഷന്? 2 പവർ 5 വരെ എടുക്കാനേ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. റൈറ്റ് ദ, ഒരു ചോദ്യം നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. പിന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് തരും. അപ്പം അവർ സാധാരണ റോസ്റ്റർ ഫോമിനെ സെറ്റ്സ് എന്നേ പറയത്തുള്ളൂ. സെറ്റ് ബിൽഡർ ഫോമിന് മാത്രം സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യും. സോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമാണ്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിനെങ്ങനെ ഏത് ഫോമിലോട്ട് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. സോ എനിക്ക് തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമാണെന്ന് മനസ്സിലായി, തരുന്നത് റോസ്റ്റർ ഫോമാണെന്ന് മനസ്സിലായി. അത് മാറ്റേണ്ടത് എങ്ങോട്ടാണ്? കണ്ടീഷൻ ഉപയോഗിച്ച് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. സോ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. എന്താണ് ആദ്യത്തെ? 3, 6, 9, 12. Five, 25, 125, 625. സി. മൂന്നാമത്തെ ചോദ്യം. 2, 4, 6, 8. One, 4, 9, 16. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് ചോദ്യം? റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ്. ഈ തന്നേക്കുന്ന സെറ്റുകളെ ഏത് ഫോമിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. റോസ്റ്റർ ഫോമിൽ ഞാൻ ഇവിടുത്തെ ആൻസർ എഴുതുവാണ്. എ. സോ നോക്കിയേ, എയിൽ എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ട്? 3, 6, 9, 12. 3, 6, 9, 12. ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയാമോ? 3, 6, 9, 12 എന്തുവാണ്? 3യുടെ മൾട്ടിപ്പിൾസ്. സോ കോമൺ പ്രോപ്പർട്ടി കിട്ടി. നെക്സ്റ്റ് 3യുടെ മൾട്ടിപ്പിൾസ് നമ്മൾ എന്തൊക്കെ വരും? 3, 6, 9, 12, 15. അതുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം അതിന് കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ആ 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 3യുടെ മൾട്ടിപ്പിൾസ് മാത്രം എഴുതിയാൽ തെറ്റാവും. കാരണം എന്താ? 3യുടെ മൾട്ടിപ്പിൾസ് പറയുമ്പോൾ 3, 6, 9, 12, 15, 18 ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഇല്ല. ഇത് എവിടെ വരെ ഉള്ളൂ? 12 വരെ ഉള്ളൂ. അപ്പോൾ ഒരു ലിമിറ്റേഷൻ വന്നു.
ത്രീയുടെ മൾട്ടിപ്പിൾ എന്ന കോമൺ പ്രോപ്പർട്ടി മാത്രം എഴുതിയാൽ പോരാ, അതിനകത്ത് ഒരു ലിമിറ്റേഷനും ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതണം. സോ എന്താ എഴുതാം? എക്സ് അങ്ങനെ എഴുതുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ വേരിയബിൾ എഴുതണം, കോളം സച്ച് ദാറ്റ് ആ കണ്ടീഷൻ കോമൺ പ്രോപ്പർട്ടി എഴുതണം, പിന്നെ അതിന്റെ ലിമിറ്റേഷൻ എഴുതണം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എഴുതണ്ട, പക്ഷെ കോമൺ പ്രോപ്പർട്ടി നിർബന്ധമായിട്ട് എഴുതണം. എക്സ് സച്ച് ദാറ്റ് എന്താണ്? എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇവിടെ വരെ എഴുതിയാൽ കറക്റ്റ് ആണോ? അല്ല. എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ എല്ലാം വരും, 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം വരും, പക്ഷെ അതെല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ എന്ത് എഴുതും? 3യുടെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ എവിടെ വരെ ഉണ്ട്? 12 വരെ, അല്ലെങ്കിൽ 15 താഴെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 12നെ കാട്ടി എക്സ് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3, 6, 9, 12 വരെ എടുക്കാം. അതാണ് ലിമിറ്റേഷൻ. നെക്സ്റ്റ് ബി നോക്കി. ബി എ നമ്മൾ ഒന്നുകൂടെ കറക്റ്റ് ചെയ്താൽ ബി എങ്ങനെ എഴുതാം? കോമൺ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ 5, ഇത് 5 സ്ക്വയർ അല്ലേ, 5 into 5, 5 ക്യൂബ്. അപ്പൊ ഇത് എന്തോ എഴുതാം? എങ്ങനെ ഫോർമുലേറ്റ് മാറ്റാം? 5 power 1 5 ആണ്, 5 power 2 25, 5 power 3 5 power 4. സോ 5 സെയിം ആണ്, പവർ ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 5 power 1 5 power 2 5 power 3 5 power 4. അപ്പം ഇത് ഏത് ഫോമിലാണെന്ന് പറയാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 power n. n എന്തൊക്കെ എടുക്കാം? 1 2 3 4 അങ്ങനെ എടുക്കാൻ പോകാം. പക്ഷെ എല്ലാം എടുക്കാൻ പറ്റുമോ? 4 വരെ എടുക്കാം. അപ്പൊ എന്ത് എഴുതാം? സച്ച് ദാറ്റ് n ഈസ് ലെസ് ദാൻ 5, അല്ലെങ്കിലോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ രണ്ടിൽ ഏത് എഴുതിയാലും കറക്റ്റാണ്. 4 വരെ 4 വരെ എടുക്കാം, അല്ലെങ്കിൽ 5നെ കാട്ടി കുറവ്. രണ്ടിൽ ഏതെടുത്താലും, കാരണം ഈ പ്രോപ്പർട്ടി നോക്കിയാൽ കണ്ട് 5 മാറുന്നില്ല. മാറുന്ന എന്താണ്? മേളിലുള്ള വേരിയബിൾസ് ആണ്, മേളിലുള്ള നമ്പേഴ്സ് ആണ്. അത് നാച്ചുറൽ നമ്പർ 1 2 3 4 അങ്ങനെ പോകുന്നത്. എല്ലാം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്. സോ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കോമൺ പ്രോപ്പർട്ടി എന്തോ എന്ന് മനസ്സിലാക്കണം. ആ കോമൺ പ്രോപ്പർട്ടി എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനെന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? സോ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കി. സി ഇസ് ഈക്വൽ ടു 2 4 6 8 അങ്ങനെയാണ്. അതായത് 2 4 6 8 എന്തിനെ റിപ്രസെന്റ് ചെയ്യും? സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എല്ലാം എടുക്കാമോ? എല്ലാം എടുക്കാം, കാരണം അത് ഇൻഫൈനറ്റ് ആണ്. അപ്പോൾ കോമൺ പ്രോപ്പർട്ടി മനസ്സിലായി, ഈവൻ നമ്പർ ആണ്. അതിന് ലിമിറ്റേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലിമിറ്റേഷൻ ഇല്ല. നമ്മളോട് പറയുന്നത് ഇത്ര വരെ എടുക്കാവുന്നൊന്നും പറയുന്നില്ല, ഇൻഫൈനറ്റ് ആണ്. അപ്പോൾ ലിമിറ്റേഷൻ ഇല്ല, അപ്പോൾ കണ്ടീഷൻ വരത്തില്ല. ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടീഷൻ വരത്തുള്ളൂ. നമ്മളോട് ഇന്നതേ എഴുതാവൂ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വരും. ഇവിടെ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, ഈവൻ നമ്പർ മൊത്തം എഴുതാം. ഈവൻ നമ്പർ മൊത്തം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്ത് എഴുതാം? കണ്ടീഷൻ മാത്രം എഴുതേണ്ട ആവശ്യമില്ല, ലിമിറ്റേഷന് എഴുതേണ്ട, പ്രോപ്പർട്ടി മാത്രം എഴുതിയാൽ മതി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. പക്ഷേ അതൊരു മൾട്ടിപ്പിൾ ഓഫ് 2 കറക്റ്റാണ്. കോൺഫ്ലിക്റ്റ് വരാത്തത്രയും കാലം നിങ്ങൾ എഴുതുന്ന സെറ്റ് ബിൽഡർ ഫോമിൽ കണ്ടീഷൻ എന്തോ എന്ന് മനസ്സിലാക്കിയത് കറക്റ്റാണ്. സോ എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് കണ്ടീഷൻ ഇല്ല. ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ വരും. നെക്സ്റ്റ് ഡി. ഡി എന്തോ നോക്കി. 1 4 9 16 അങ്ങനെ ഇവിടെ വരെ 100. എന്താണ് ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി? ഒന്ന് നോക്കി. ഡി ഈസ് ഈക്വൽ ടു, ഇതിനെ 1 സ്ക്വയർ എന്ന് പറയാം. പെർഫെക്റ്റ് സ്ക്വയർ സൈഡ് ഇല്ല. 1 സ്ക്വയർ. 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ. 9നെ 3 സ്ക്വയർ. 4 സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. എവിടെ വരെ? അൺലിമിറ്റഡ് ആണോ? കണ്ടീഷൻ ഉണ്ടോ? ഉണ്ട്. ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. കാരണം 11 സ്ക്വയർ ഉണ്ട് അതിനകത്ത്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. സ്ക്വയർസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ന്റെ സ്ക്വയർ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനകത്ത് ഇല്ല. 12ന്റെ സ്ക്വയർ ഇല്ല. സോ എവിടെ വരെ എടുക്കാം? 10ന്റെ സ്ക്വയർ വരെ എടുക്കാൻ പറ്റും. സോ എന്ത് എഴുതാം? എക്സ് സച്ച് ദാറ്റ്. ഇതിനകത്ത് മാറാത്തത് പവറാണ്. ആ നമ്പർ അതേപോലെ എഴുതാം. മാറുന്നതിന് n ആയിട്ട് എടുക്കണം. വേരിയബിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതിന് n യൂസ് ചെയ്ത് എഴുതണം. എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ. കാരണം നേരത്തെ പവർ മാറുന്നില്ല, അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ എഴുതി. മാറുന്നതന്നെ ഇവിടെ നോക്കി.
ഇവിടെ ബേസ് മാറുന്നില്ല, അതുകൊണ്ട് ബേസ് അതേപോലെ തന്നെ എഴുതി. മാറുന്നതിനാണ് ഞാൻ എന്നെ ഉപയോഗിച്ചത്. ചേഞ്ച് ആവുന്നിടത്താണ് വേരിയബിൾ യൂസ് ചെയ്യാം. നമ്മൾ 9-ലൊക്കെ പഠിച്ചാണ് ചേഞ്ച് ആവുമ്പോൾ വേരിയബിൾസ് യൂസ് ചെയ്യും, ചേഞ്ച് ആവാത്തടത്ത് വേരിയബിൾസ് യൂസ് ചെയ്യില്ല. സോ ഇവിടെ പവർ മാറുന്നില്ല, സോ പവർ അതേപോലെ തന്നെ എഴുതി. മാറുന്നത് എന്തുവാണ്? ബേസ്. സോ അവിടെ ഞാൻ എന്നെ എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. കണ്ടീഷനില്ലയോ? എന്താണ് ആ കണ്ടീഷന്? എക്സ് എന്തോ ആവാം 11-നെക്കാട്ടി കുറവ്. സോറി, എൻ എക്സ് അല്ല, നമ്മൾ എന്നായിട്ടല്ലേ എൻ 11-നെക്കാട്ടി കുറവ്. അല്ലെങ്കിലോ ഓർ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈ രണ്ടിൽ ഏത് എഴുതിയാലും കറക്റ്റാണ്. എൻ ലെസ് ദാൻ 11 ഓർ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ്. ഇതേത് ടൈപ്പാണ്? നമ്മൾ റോസ്റ്റർ ഫോം തരും, സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. സോ ഇത് മനസ്സിലായില്ല. ഇപ്പോൾ ഇതേ ഞാൻ കുറച്ച് മോഡൽസ് തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് സെറ്റ് തരാണ്, അത് റോസ്റ്റർ ഫോമിലാണ് തരുന്നത്. അതിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. ഈ മൂന്ന് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതായത് സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്, അതിനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ തരാം, അതിനെ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. A is equal to x such that x is an integer and വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്നാണ്. കോമൺ പ്രോപ്പർട്ടി പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടീഷനാണ്. സോ നോക്കി, ഇങ്ങനെയാണ് അവർ റോസ്റ്റർ ഫോം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സെറ്റ് തന്നത്. എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു എക്സ് കോളൻ, അത് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അത് എന്തായിരിക്കണം? ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ അറിയാം, -3, -2, -1, 0, 1, 2, 3 എല്ലാം വരും. ആൻഡ് ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷന്? ആ എക്സ് -3-നെക്കാട്ടി കൂടുതലും 7-നെക്കാട്ടി കുറവാണ്. അപ്പൊ എന്തൊക്കെ വരും? ഇൻറ്റിജർ എന്ന് പറഞ്ഞു, ഓക്കെ. -3, -4 എടുക്കാൻ പറ്റുമോ? ഇല്ല. -3-നെക്കാട്ടി കൂടുതലാണ്. -3 എടുക്കാനും പറ്റത്തില്ല, നോട്ട് ഈക്വൽ ആണ്. -3 ഗ്രേറ്റർ ദാൻ ആണ്. എക്സ് -3-യെക്കാട്ടി കൂടുതലും 7-നെക്കാട്ടി കുറവാണ്. -3-യെക്കാട്ടി കൂടുതലും, -3 കൂടെ അല്ല. അപ്പൊ എന്തൊരു -3-യെക്കാട്ടി കൂടുതൽ? കാരണം നമ്പർ ലൈനിൽ നോക്കിയാൽ 0, 1, 2, 3,
4 5 6 എല്ലാം നമ്മളിങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഇതാണ് നമ്പർ ലൈൻ 0. അവർ പറഞ്ഞ -3 കൂടുതൽ. അപ്പോൾ ഇതൊക്കെ വരും. എവിടെ വരെ? 7 വരെയാണോ? അല്ല, 7 കുറവ്. ഇത്രയും നമ്പേഴ്സിൽ വരത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെ എഴുതാം? -2 റോസ്റ്റർ ഫോമിൽ എല്ലാ എലിമെന്റ്സും എഴുതണം. സെപ്പറേറ്റഡ് ബൈ കോമ. സോ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുന്ന രീതി. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കി. ഇത് സിമ്പിൾ ആണ്. ഇനി ഞാൻ സ്പീഡിൽ പോവാം. B x such that x is a natural number. നാച്ചുറൽ നമ്പർ എന്നറിയാം. അപ്പം നമുക്ക് ഐഡിയ പറഞ്ഞു എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത്. ലെസ് ദാൻ 6. സോ നോക്കി, എക്സ് എന്തുവാണ്? നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ തുടങ്ങുന്ന 1 തൊട്ട് തുടങ്ങിയിരുന്നു. എവിടെ വരെ? എല്ലാം എഴുതാൻ പറ്റുമോ? ഇല്ല, കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 6 കുറവായിരിക്കണം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്തുമായിരിക്കും? 1 2 3 4 5. 6 എടുക്കാൻ പാടില്ല. 6 കുറവാണ്. ലെസ് ദാൻ 6. സോ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിൽ തരുമ്പോൾ റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുന്ന രീതി. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് തരാം. ഒരെണ്ണം കൂടി ഞാൻ ചെയ്യാം. X is letters of the word ഈ മോഡൽ ചെയ്യാത്തതുകൊണ്ട് ആ മോഡൽ ഒന്ന് പറഞ്ഞുതരാം. എക്സ് എന്താന്ന് പറഞ്ഞു? ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്. ഏത് വേർഡ്? ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രി എന്ന വേർഡിന്റെ ലെറ്റേഴ്സ് ആണ് നിങ്ങൾ സെറ്റായിട്ട് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതും? അതിനകത്ത് എന്തൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് എന്തൊക്കെയാണ്, അത് എഴുതിയാൽ മതി. പക്ഷേ റോസ്റ്റർ ഫോമിൽ കണ്ടീഷൻസ് ഓർമ്മയാണ്. സെറ്റിലെ കണ്ടീഷൻസ് റോസ്റ്റർ ഫോമിൽ അപ്ലൈ ആവും. എന്തുവാണ്? എല്ലാ എലിമെന്റ്സും എഴുതാം. അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. സെപ്പറേറ്റഡ് ബൈ കോമാസ് വിത്തിൻ സെറ്റ് ബ്രാക്കറ്റ്സ്. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, റിപ്പീറ്റേഷൻ ഇതിനകത്ത് അലൗഡ് അല്ല. റിപ്പീറ്റേഷൻ എഴുതാൻ പാടില്ല. സോ ഫസ്റ്റ് ടി, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ആർ, സ്മോൾ ലെറ്ററിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഐ, ജി, ഒ, എൻ, പിന്നെ ഒ വന്ന് എഴുതണോ? ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് വേണ്ട. എം, ഇ, പി എഴുതണോ? എഴുതി. ആറുണ്ട്, അപ്പോൾ എഴുതണ്ട. നെക്സ്റ്റ് വൈ. ഇത്രേ ഉള്ളൂ. സോ ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആണ് പഠിച്ചത്. അതിനകത്ത് 2 രീതി, സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എങ്ങനെ മാറ്റാം? സെറ്റ് ബിൽഡർ ഫോമിൽ റോസ്റ്റർ ഫോം. സോ ഇതിനകത്ത് 2 കണക്ക് തരാം, അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. X is the letters of the word better. ഇതിനകത്ത് ലെറ്റേഴ്സ് ആണ് ഞാൻ ഈ എഫ് എന്ന സെറ്റിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വർക്കൗട്ട് ചെയ്യണേ. X such that X is a 2-digit natural number. 2-digit natural number എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയ വരെ എവിടെ തുടങ്ങും? 10 തൊട്ട് തുടങ്ങും. 10, 11.
show the condition such that sum of its digits is എല്ലാ നാച്ചുറൽ നമ്പർ എഴുതാൻ പറ്റുമോ? 2 ഡിജിറ്റ് നമ്പർ എല്ലാ നാച്ചുറൽ നമ്പർ എഴുതാൻ പറ്റുമോ? 10, 11 ഇല്ല. ഒരു നാച്ചുറൽ നമ്പർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു കണ്ടീഷനും പറഞ്ഞു. എന്താണ് കണ്ടീഷൻ? ആ ഡിജിറ്റ്സിന്റെ സം 8 ആവണം. അപ്പൊ എന്തൊക്കെ വരും? ഒരെണ്ണം പറയാം. അപ്പോൾ ഒരു ഓർഡറിൽ പോകണം, അപ്പൊ മിസ്സാവത്തില്ല നമുക്ക്. ഞാൻ 1 ൽ തുടങ്ങുന്നതാണ്, അപ്പൊ എന്തൊരു 1, 7, 8 അല്ലേ സമ്മ്. നെക്സ്റ്റ് 2 ൽ തുടങ്ങുന്നത് 2, 6, അതേപോലെ 3, 5 ആഡ് ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ പോയാൽ മിസ്സാവത്തില്ല. 1, 7, 2, 6, അടുത്തത് 8 അല്ലേ വന്നു സമ്മ്. 3, 5, 4 അങ്ങനെ ഒരു ഹിന്റ് തന്നേ ഉള്ളൂ. നെക്സ്റ്റ് x such that x is a prime number which is a divisor of 60. പ്രൈം നമ്പർ ആവണ നമ്പർ, അതാണ് കോമൺ പ്രോപ്പർട്ടി. അത് 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ ഇതുവരെ നോക്കിയത് സെറ്റ് എന്താണെന്ന് പഠിച്ചു. സെറ്റിന്റെ കോമൺ പ്രോപ്പർട്ടീസ്, അതിനകത്ത് ബിലോങ്സ് ടു ഒരു എലിമെന്റ് സെറ്റിലുണ്ട്. അത് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എ ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു. ഒരു എലിമെന്റ് ഈ സെറ്റിൽ എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ട്? എ ഉണ്ട്, ഇ ഐ ഒ യു. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ ഒരു സെറ്റ് എന്തോന്ന് പഠിച്ചു. സെറ്റിനെ ഏതൊക്കെ രീതിയിൽ എഴുതാം, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്ന് പഠിച്ചു. ഇപ്പൊ നെക്സ്റ്റ് നമുക്കൊരു സെറ്റിൽ ഒരു എലിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടത്? ഓൾറെഡി അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്നുകൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. എ ഈസ് ഈക്വൽ ടു എന്തുവാണ്? എ ഇ ഐ ഒ യു. അതായത് എ എന്ന സെറ്റിലുള്ള എലിമെന്റ്സ് എന്തുവാണ്? എ ഇ ഐ ഒ യു. സോ കോമൺ പ്രോപ്പർട്ടി അറിയാം, അതൊക്കെ നമുക്ക് എഴുതാൻ പഠിച്ചു. സോ എ എന്നൊരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് ഉപയോഗിക്കുന്നതിന് ഉള്ള ചിഹ്നമാണ് ഇത് എപ്സിലോൺ. എപ്സിലോൺ ഗ്രീക്ക് ലെറ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത് എ ബിലോങ്സ് ടു. നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? ബിലോങ്സ് ടു. എ എന്നൊരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് എപ്സിലോൺ. സോ അത് ഗ്രീക്ക് വേർഡാണ്, അത് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഇനി എപ്സിലോൺ എന്ന് പറയും. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റ് സെറ്റിലുണ്ട്. സോ നോക്കിയേ, ഈ സെറ്റിലുണ്ടോ? ഒരു എലിമെന്റ് അല്ലയോ? ഇ എന്നൊരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇ ബിലോങ്സ് ടു എ. ഐ ബിലോങ്സ് ടു എ. ഐ എന്നൊരു എലിമെന്റ് സെറ്റിലുണ്ട്. O belongs to A. G എന്ന എലിമെന്റ് ഉണ്ടോ സെറ്റില്? ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എന്തോ വായിക്കണ്ടേ? G does not belongs to A. G എന്നൊരു എലിമെന്റ് ആ സെറ്റിൽ ഇല്ല. H belongs to A ആണോ? അല്ല. H does not belongs to A. H എന്നൊരു എലിമെന്റ് ഇതിനകത്തില്ല. സോ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതായത് ഒരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് റിപ്രസെന്റ് ചെയ്യാൻ, അതായത് നമുക്ക് 1 മാർക്കായിട്ട് ചോദിക്കാം. ഒരു എലിമെന്റ്, ശ്രദ്ധിക്കണം, ഒരു എലിമെന്റ് സെറ്റിൽ ഉണ്ട് എന്ന് റിപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ബിലോങ്സ് ടു. നമ്മൾ ഒരെണ്ണം ചെയ്ത ഒരു സെറ്റ്
പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ട് 1 4 9 16. അപ്പോൾ ഇതിനകത്ത് എന്ത് എഴുതാം? 1 ഏത് ചിഹ്നമാണ് കൊടുക്കേണ്ടത്? 1 എന്ന എലിമെന്റ് എ എന്ന സെറ്റിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ബിലോങ്സ് ടു. 2 എന്നൊരു എലിമെന്റ് ഈ സെറ്റിലുണ്ടോ? 2 എന്ന എലിമെന്റ് ഈ സെറ്റിൽ ഇല്ലെങ്കിൽ 2 does not belongs to category. ഹൺഡ്രഡ് എന്നൊരു എലിമെന്റ് ഈ സെറ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ ബിലോങ്സ് ടു. സോ 100 ബിലോങ്സ് ടു. സോ ഒരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് വായിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനുള്ള റിപ്രസെൻറ്റേഷനുള്ള ഒരു സിമ്പിളാണ്, നോട്ടായിട്ട് ഓർക്കുക, ബിലോങ്സ് ടു. അതായത് ഒരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടോപ്പ് ഇതാണ്. സോ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചത്? സെറ്റ് എന്താണെന്ന് പഠിച്ചു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ്. കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ്. അതിനകത്ത് വെൽ ഡിഫൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? അത് സെറ്റ് ബ്രാക്കറ്റിനകത്തായിരിക്കണം. അതിനകത്തുള്ള ഓരോന്നിനെയും എലിമെന്റ്സ് എന്ന് പറയും. അതിനകത്തുള്ള ഓരോന്നിനെയും എലിമെന്റ്സ് സെപ്പറേറ്റഡ് ബൈ ഫോമായിട്ട് എഴുതണം. അതിനകത്ത് 2 കണ്ടീഷൻ അഡീഷൻ പറഞ്ഞ 5 എണ്ണം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 4ാമത്തെ പോയിന്റാണ് ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്ങനെ വേണമെങ്കിലും എഴുതാം. 5ാമത്തെ പോയിന്റ് റിപ്പീറ്റേഷൻസ് പാടില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക് എന്തുവാണ്? റിപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. 2 തരത്തിൽ നമുക്ക് സെറ്റിനെ എഴുതാം. ഒന്ന് സെറ്റ് ബിൽഡർ ഫോം, ഇനി ഒന്ന് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഉള്ള എലിമെന്റ്സ് എല്ലാം എഴുതണം വിത്തിൻ സെറ്റ് ബ്രാക്കറ്റ് സെപ്പറേറ്റഡ്. അത് പൊതുവെ നമ്മൾ സെറ്റ് എഴുതുന്ന രീതിയാണ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു കണ്ടീഷൻ, കോമൺ പ്രോപ്പർട്ടി കാണും. ആ കോമൺ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. എങ്ങനെ? എക്സ് കോളം സച്ച് ദാറ്റ് ആ കോമൺ പ്രോപ്പർട്ടി എഴുതുക. ആ കോമൺ പ്രോപ്പർട്ടി മൊത്തത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് എഴുതി നിർത്താം. എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എഴുതണം. അപ്പോൾ അതാണ് പഠിച്ചത്. നെക്സ്റ്റ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റ് സെറ്റിലുണ്ട് എന്ന് സൂചിപ്പിക്കാനുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. എലിമെന്റ് സെറ്റിലുണ്ടെങ്കിൽ അതിന് ഏത് ചിഹ്നം ഉപയോഗിച്ച് എഴുതണം? എപ്സിലോൺ എന്ന ചിഹ്നം ഉപയോഗിച്ച്. അതിനെ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? എക്സ് ബിലോങ്സ് ടു സെറ്റ്, എലിമെന്റ് ബിലോങ്സ് ടു സെറ്റ് എന്ന് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് എപ്സിലോൺ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള